ഓം ഗണപതേ നമഃ. ഓം രാമചന്ദ്രായ നമഃ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് പരിശോധിക്കുന്നത് വാൽമീകി രാമായണം കിഷ്കിന്ധാകാന്ഡത്തിലെ 54-ാം സർഗമാണ്. കഴിഞ്ഞ സർഗത്തിൽ ഇന്ദ്രനിൽ നിന്നോ രാമനിൽ നിന്നോ സുഗ്രീവനിൽ നിന്നോ ഭയം കൂടാതെ പാർക്കുന്നതിന് ഒരു ഗുഹ കണ്ടെത്തിയ കാര്യം താരൻ പറയുകയുണ്ടായി. അത് കേട്ടിട്ടും അങ്കദൻ ഒന്നും പറയാത്തതിനാൽ ഹനുമാനുണ്ടായ ആ ചിന്തകളെപ്പറ്റി പറഞ്ഞുകൊണ്ടും അങ്കദനെ ഹനുമാൻ അല്പം ഭയപ്പെടുത്തുന്നതും പറഞ്ഞുകൊണ്ടാണ് ഈ സർഗം പൂർത്തിയാകുന്നത്. ഹനുമാൻ ചിന്തിച്ചത്, അങ്കദന് അഷ്ടാംഗബുദ്ധിയുണ്ട്, ബാഹുബലമുണ്ട്, മനോബലമുണ്ട്, ഉപായബലമുണ്ട്, ബന്ധുബലമുണ്ട് എന്നിങ്ങനെയൊക്കെയാണ്. എന്നാൽ രാജ്യകാര്യം നിവർത്തിക്കുന്നതിൽ പരാജയപ്പെട്ട് തളർന്നവനാണ് അങ്കദൻ. അങ്ങനെയുള്ള അങ്കദനോട് ഹനുമാൻ 4 ഉപായങ്ങളിൽ 3-ാമത്തെ ഉപായമായ ഭേദം പ്രയോഗിക്കുകയാണ്. അതനുസരിച്ച് വാനരന്മാരെ വ്യത്യസ്ത അഭിപ്രായക്കാരാക്കി തീർത്തു. അങ്കദനെ അല്പം ഭയപ്പെടുത്തി. അത് അങ്കദനിൽ ആശയക്കുഴപ്പമുണ്ടാക്കുകയും ചെയ്തു. അങ്കദനോട് ഹനുമാൻ പറയുകയാണ്, അല്ലയോ അങ്കദ, ഭവാൻ പോരിലെ പിതാവിനേക്കാൾ സമർത്ഥനാണ്. പിതാവിനെ പോലെ വാനര രാജ്യം ഭരിക്കാൻ ശക്തനാണ് എന്നുള്ളതും ഉറപ്പാണ്. എന്നാൽ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്, വാനരന്മാരെന്നും അസ്ഥിര ചിത്തരാണ്. അവർ ഭവാൻ ആജ്ഞാപിച്ച കാര്യങ്ങൾ, പുത്രധാരാദികളെ വെടിഞ്ഞ് അനുഷ്ഠിക്കുവാൻ തയ്യാറാവുകയില്ല, ശക്തരാവുകയുമില്ല. ഞാനും ജാമ്പവാനും നീലനും മഹാകവിയായ സുഹോത്രനും ഭവാനെ അനുവർത്തിക്കുകയില്ല എന്ന് തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ സുഗ്രീവനിൽ നിന്ന് അകന്നു മാറുവാൻ ആഗ്രഹിക്കുന്നില്ല. ബലവാന് ദുർബലനോട് എതിർത്ത് സ്വസ്ഥമായിട്ട് വർത്തിക്കുവാൻ സാധിക്കുമെന്നാൽ ദുർബലന് ബലവാനോട് യുദ്ധത്തിൽ ഏർപ്പെടാതിരിക്കുന്നതാണ് ആത്മരക്ഷയ്ക്ക് നല്ലത്. ഈ ഗുഹ ഒരു രക്ഷാസങ്കേതമാവും എന്ന് ഭവാൻ കരുതുന്നുണ്ടെങ്കിൽ ലക്ഷ്മണ ബാണങ്ങൾക്ക് ഇതിനെ പിളർക്കുന്നത് വളരെ നിസ്സാര കാര്യമാണ് എന്ന് ഭവാൻ ഓർക്കേണ്ടതാണ്. പണ്ട് ഇന്ദ്രൻ ഇടിമിന്നലിൽ കൂടി ഇതിലേക്ക് ഒരു പിളർപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ലക്ഷ്മണന്റെ ബാണങ്ങൾക്ക് ജലക്കുമ്പിൾ കീറും പോലെ ഇതിനെ ഭേദിക്കുവാൻ കഴിയും. ഭവാൻ ഈ പാർപ്പിടത്തിൽ ഇരിപ്പായാൽ ഉടനെ കൂടെയുള്ള കവിവരന്മാര് ഭവാനെ വിട്ട് പോകും. അക്കാര്യത്തിൽ സംശയം വേണ്ട. അപ്പോൾ സുഹൃത്തുക്കൾ വെടിഞ്ഞവനായിട്ട്, ഹിതം കൊതിക്കുന്ന ബന്ധുക്കൾ വെടിഞ്ഞവനായിട്ട്, പുല്ലനങ്ങുമ്പോൾ ഭയക്കുന്നവനായിട്ട് അങ്ങ് ഇവിടെ കഴിയേണ്ടതായി വരും. ഒറ്റപ്പെട്ട അവസ്ഥയിൽ ലക്ഷ്മണന്റെ ബാണങ്ങൾക്ക് ആ കാര്യങ്ങൾ എളുപ്പമാകും എന്നുള്ള കാര്യം മറന്നുപോകരുത്. എന്നാൽ ഞങ്ങളോടൊപ്പം വിനീതനായി മടങ്ങി വന്നാൽ ഭവാനെ രാജ്യത്തിൽ വാഴിച്ചു എന്നും വരാം. സുഗ്രീവൻ ധർമ്മത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്, ദൃഢവ്രതനാണ്, വാക്ക് തെറ്റിക്കാത്തവനാണ്. അതുകൊണ്ട് ഭവാനെ നശിപ്പിക്കുവാന് ഒരിക്കലും ആഗ്രഹിക്കുകയില്ല. ഭവാന്റെ അമ്മയുടെ പ്രീതി കാക്ഷിക്കുന്നവനുമാണ് സുഗ്രീവൻ. അതിനായിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത് പോലും. അതുകൊണ്ട് അങ്കദ, അങ്ങോട്ട് പോകാം എന്ന് തീരുമാനിക്കുന്നതാണ് നല്ലത്. ഇത്രയും വിവരങ്ങൾ പറഞ്ഞുകൊണ്ട് 54-ാമത് സർഗം പൂർത്തിയാവുകയാണ്. ബാക്കി വിവരങ്ങൾ നമുക്ക് അടുത്ത സർഗത്തിൽ മനസ്സിലാക്കാം. ഓം രാമചന്ദ്രായ നമഃ. ഓം സീതാപതേ നമഃ.